ഗുണമേന്മയും പ്രതിരോധശക്തിയും അത്യുൽപാദന ശേഷിയുമുള്ള റബ്ബർ തൈകൾ പൊതുജനങ്ങൾക്കായി വിതരണത്തിന് ഒരുങ്ങി. കുളത്തൂപ്പുഴ RPL കൂവക്കാട് എസ്റ്റേറ്റിനുള്ളിലുള്ള നഴ്സറിയിലാണ് പൊതുജനങ്ങൾക്കായി മെയ്-ജൂൺ മാസത്തിൽ വിതരണം നടത്തുന്നത്. RR 105, RR 430 എന്നീ ഇനത്തിൽപ്പെട്ട റബ്ബർ തൈകൾക്ക് ഒന്നിന് 150 രൂപയാണ് ഈടാക്കുന്നത്. പൊതുജനങ്ങൾക്കായി അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ടെന്നും RPL മാനേജർ ജയപ്രകാശ് പറഞ്ഞു. നമസ്കാരം. നമ്മൾ ഇന്ന് RPL കുളത്തൂപ്പുഴ എസ്റ്റേറ്റ് കൂവക്കാട് യൂണിറ്റ് 3 നഴ്സറിയിലാണ് ഉള്ളത്. ഇവിടെ കാണുന്ന തൈകളൊക്കെ RRI 105-ൻ്റെയാണ്. ഇതിന്റെ പ്രതിരോധ ശേഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള തൈകളെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് സീഡിട്ടാണ് കിളിപ്പിക്കുന്നത്. അപ്പം ഇതിന്റെ റൂട്ട് എസ്റ്റാബ്ലിഷ്മെന്റ് എല്ലാം ഈ കവറിനകത്ത് തന്നെ കാണും. ബാക്കിയുള്ള തൈകൾ അങ്ങനെയല്ല. ഇപ്പൊ നമ്മൾ ഫീൽഡിൽ ഇത് ചെയ്തിട്ട് അത് കൊണ്ടുവന്ന് ഇതിനകത്ത് വയ്ക്കുമ്പോൾ അതിന്റെ റൂട്ടൊക്കെ നഷ്ടപ്പെടും. പിന്നെ ഇത് ഹൈ ഈൽഡ് ക്രോപ്പാണ്, നല്ല പ്രൊഡക്ഷൻ കിട്ടും. കഴിഞ്ഞ കുറേയേറെ വർഷങ്ങളായിട്ട് ഏറ്റവും ഗുണമേന്മയുള്ള റബ്ബർ തൈകൾ കർഷകർക്കായിട്ട് ഡെവലപ്പ് ചെയ്ത് വിതരണം ചെയ്തു വരുന്നുണ്ട്. അതിൽ തന്നെ ഈ വർഷം മുൻവർഷങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 70,000-ലധികം തൈകളാണ് കമ്പനിയുടെ കുളത്തൂപ്പുഴ എസ്റ്റേറ്റിൽ മാത്രം തയ്യാറാക്കുന്നത്. കുളത്തൂപ്പുഴ എസ്റ്റേറ്റിൽ തയ്യാറാക്കി വരുന്ന തൈകൾ അത് നമ്മൾ ഏറ്റവും ഗുണമേന്മയുള്ള വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള RRI 430, RRI 105 എന്നീ ഇനത്തിൽപ്പെട്ട റബ്ബർ തൈകളാണ്. റബ്ബർ കർഷകരുടെ ഇടയിൽ ഇത് വളരെയധികം താല്പര്യത്തോടു കൂടി അവരത് ഈ 2 ക്ലോണുകൾ അവർക്ക് കൂടുതലധികം നമുക്ക് ഡിമാൻഡ് വരുന്നുണ്ട്. അതനുസരിച്ചാണ് ഈ 2 ക്ലോണുകൾ നമ്മളിവിടെ ഈ നഴ്സറിയിൽ തയ്യാറാക്കിയിരിക്കുന്നത്. കമ്പനിയുടെ നഴ്സറികളിലുള്ള ഈ തൈകൾ നമ്മൾ അഡ്വാൻസ് ബുക്കിംഗ് ചെയ്തിട്ടാണ് വിതരണം ചെയ്തു വരുന്നത്. ഇതിൽ തന്നെ നേരത്തെ തന്നെ റബ്ബർ കർഷകർ വന്നിവിടെ പണമടിച്ച് ഈ തൈകൾ ബുക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു പ്ലാന്റിന് നമ്മൾ 150 രൂപയാണ് ഒരു പ്ലാന്റിന് നമ്മൾ ഈടാക്കുന്നത്. ഈ പ്ലാന്റുകളെല്ലാം തന്നെ ഇത് മെയ്-ജൂൺ മാസങ്ങളിൽ തന്നെ ഇത് വിതരണത്തിന് തയ്യാറാകുന്നതാണ്. അതിന് മാസങ്ങൾക്ക് മുൻപ് തന്നെ ഇതിൻ്റെ പൂർണ്ണമായും എല്ലാ തൈകളും തന്നെ ഞങ്ങൾക്ക് അഡ്വാൻസ് ബുക്കിംഗ് ലഭിക്കുകയാണ് സാധാരണഗതിയിൽ പതിവ്. കമ്പനിക്ക് കുളത്തൂപ്പുഴ എസ്റ്റേറ്റ് കൂടാതെ തന്നെ ആയിരുന്നൊരു എസ്റ്റേറ്റ് ഉണ്ട്. ആ എസ്റ്റേറ്റിൽ ഇതുപോലെ തന്നെ റബ്ബർ തൈകൾ തയ്യാറാകുന്നുണ്ട്. അപ്പോൾ കമ്പനി ഈ ഒരു റബ്ബർ തൈകൾ കൂടുതൽ വ്യാപകമായിട്ട് തയ്യാറാക്കി പൊതുജനങ്ങൾക്കായിട്ട് വിതരണം ചെയ്യുന്നത് കൂടുതലായിട്ടും വൈവിധ്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് കമ്പനിയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുന്നതിന് കൂടിയിട്ടാണ്. കാരണം നമുക്കെല്ലാവർക്കും അറിയാം റബ്ബറിൻ്റെ പ്രൈസിലുള്ള ഏറ്റക്കുറച്ചിലുകൾ, അതുകൊണ്ട് തന്നെ ഒരു പ്രൈസിലുള്ള ഒരു കുറവ് മൂലമുണ്ടാകുന്ന ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു ഡിഫിക്കൽറ്റി തരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ് തൈകൾ വ്യാപകമായിട്ട് ഉൽപ്പാദനം നടത്തി പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് കമ്പനി വിതരണം ചെയ്യുന്നത്. അപ്പോൾ ഈ വർഷം 70,000 തൈകളാണ് ഇവിടെ മാത്രം 2 എസ്റ്റേറ്റിലും കൂടി കൂടിയിട്ട് ഞങ്ങൾക്ക് ഏകദേശം 1,00,000-ഓളം പ്ലാന്റുകളാണ് RPL തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ഏകദേശം പകുതിയോളം തൈകൾ ഇപ്പം തന്നെ ബുക്കിംഗ് പോയി കഴിഞ്ഞിരിക്കുകയാണ്.